ഓർഗാനിക് കെമിസ്ട്രി മുഴുവൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് സാറേ, പക്ഷേ ഒരു തരത്തിലും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. നിങ്ങളെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യമുണ്ട്. ആ എന്തോ ഒരു കാര്യത്തെ പറ്റിയാണ് സാർ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാം, മാത്രമല്ല നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. മക്കളെ, നമ്മളെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, ഈ ഒരു സ്ഥലത്ത് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം തീരെ മനസ്സിലാകുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്താത്തത് കൊണ്ടാണ്. ആ ഒരു ഐഡിയ വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്കി ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാവർക്കും എഡ്യൂബോർഡിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. 3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഏതൊരു ഓർഗാനിക് കെമിസ്ട്രിയിലെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വിശ്വാസം വരുന്നില്ല അല്ലേ? നേരെ നമുക്ക് വീഡിയോസിൽ പോവാം. ആദ്യത്തെ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഞാനിവിടെ പറയാൻ പോവാണ്. നമുക്കറിയാം, ഒരു കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ടാവും മക്കളെ? ഒന്ന് വേഗം പറഞ്ഞേ, ഒരു കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? നമുക്കറിയാം, ഒരു കാർബൺ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മുകളിൽ, ഇടത്ത്, വലത്ത്, താഴത്ത്, അല്ലെ? അങ്ങനെ 4 ഹൈഡ്രജനുകളുമായിട്ടാണ് ഈ ഹൈഡ്രോ കാർബൺസ് ഇരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു കാർബൺ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാല്, അല്ലെ, പുസ്തകത്തിലോ നോട്ട്ബുക്കിലോ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഇനി പോകുന്ന വഴിക്കോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാർബൺ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, കാർബണിന് ചുറ്റും 4 ബോണ്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. 4 എണ്ണം നിർബന്ധമായിട്ടും അതിന് ചുറ്റും എത്ര എണ്ണം വേണം? 4 എണ്ണം വന്നിരിക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം. അപ്പൊ ഒരു കാർബൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടത്തോട്ട് നോക്കണം, വലത്തോട്ട് നോക്കണം, മുകളിലേക്ക് നോക്കണം, താഴേക്ക് നോക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ചില വേർഡുകൾ ഉണ്ട്, അല്ലെ? ഇപ്പോ ഒരു കാർബൺ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്ത് എന്ന് വിളിക്കുക. മെത്ത്, അല്ലെ? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്. ഇനി 2 കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എത്ത്. ഓക്കെ, ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നെയാണ്, അല്ലെ? ഇനി 3 കാർബൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പ്. ഓക്കെ, ഞാനത് മലയാളത്തിൽ എഴുതാം. എടാ, ഇത് മെത്ത് എന്ന് പറയും, ഇത് എത്ത്, ഇത് പ്രൊപ്പ്. ഇനി 4 കാർബൺ ആണ് ഇരിക്കുന്നതെങ്കിൽ, 4 കാർബൺ ആണ് ആ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ബ്യൂട്ട്. ഓക്കെ, ഇനി 5 കാർബൺ ആണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെന്റ്. ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 5 കാർബൺ ആണെങ്കിൽ പെന്റ്. ഇനി 6 കാർബൺ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സ് എന്ന് വിളിക്കുന്നത്. ഹെക്സ്. ഓക്കെ, 7 കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെപ്റ്റ്. ഓക്കെ, ഹെപ്റ്റ്. ഇനി 8 കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒക്ട്. ഇനി 9 കാർബൺ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ, അല്ലെ? നോൺ. ഇനി 10 കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡക്ക് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡക്ക എന്നൊക്കെ വിളിക്കും. ഓക്കെ, ഈ ഒരു 10 കാര്യത്തിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്ത് വില കൊടുത്തു നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം പഠിച്ചിരിക്കണം, അല്ലെ? അപ്പൊ എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡക്ക്, അല്ലെ? നമുക്ക് ഈസി ആയിട്ട് പാട്ടൊക്കെ പാടാം, അല്ലെ? പിടിച്ചോളി, പാട്ട് പാടിക്കോളി, എല്ലാവർക്കും പാടിക്കൊടുക്കണം കേട്ടോ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഓനോഡേ, ഓ നോ ഡേ കേട്ടോ. അപ്പോ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, എക്സെപ്റ്റ്, ഓനോഡേ, അല്ലെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, എക്സെപ്റ്റ്, ഓനോഡേ എന്നിങ്ങനെ പാടിയത്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, എക്സെപ്റ്റ്, ഓനോഡേ എന്നങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ രണ്ടാമതായിട്ട്. അപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്ട് എന്ന് പറയാൻ അറിയണം. ഇനി 5 കാർബൺ ഉണ്ടെങ്കിൽ അതിനെ പെന്റ് എന്ന് പറയാൻ അറിയണം. ഇനി 4 കാർബൺ ഉണ്ടെങ്കിൽ അതിന് ബ്യൂട്ട് എന്ന് പറയാൻ അറിയണം. അതിങ്ങനെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു 10 കാര്യങ്ങൾ മക്കൾ പഠിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അതൊന്നുകൂടി നിങ്ങൾ മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് കാർബണ്. നോക്കിക്കോളേ, കാർബണിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കാർബണുകൾ ഇങ്ങനെ
വരിക്ക് നിൽക്കുകയാണ് അല്ലെ. കാർബണിന് മാത്രം ഇങ്ങനെ ഒരു കഴിവുള്ളൂ, എന്താണ്, ഇങ്ങനെ മാലപ്പടക്കം പോലെ കാണാൻ കഴിയും അല്ലെ, ഇങ്ങനെ ആ ചെയിന് പോലെ കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്നൊക്കെ പറയാം. വെറുതെ മനസ്സിൽ വെച്ചാൽ മതി കാറ്റിനേഷൻ കേട്ടോ. അപ്പോ നിങ്ങൾ നോക്കി, എല്ലാ കാർബണിന്റെ ഇടയ്ക്ക് ഉണ്ടോ ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് അല്ലേ? നിങ്ങൾ നോക്കി, എല്ലാ കാർബണിന്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഒരു വര. ഈ ഒരു വരേനെയാണ് നമ്മൾ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം എന്ന് പറയാം. ഇനി സിംഗിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ അത് അവസാനിക്കുന്നത് എയിൻ എന്നായിരിക്കും. പഠിച്ചേക്കണേ, അത് അവസാനിക്കുന്നത് എയിൻ. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തെടുക്കാം. കാർബൺ ഇങ്ങനെ പോവുകയാണ്, കാർബൺ ഇങ്ങനെ മാലപ്പടക്കം പോലെ പോവാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വന്ന്, ഒരു ദിബന്ധനം വന്ന് അല്ലെ. ഏകബന്ധനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് അല്ലെ, ഒരു ഡബിൾ ബോണ്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അപ്പൊ ഡബിൾ ബോണ്ട് കണ്ടാൽ അപ്പം നിങ്ങൾ കഴിക്കണം ഏത്, സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ മക്കൾ എഴുതേണ്ട എന്താ അറിയോ, ഈൻ എന്നാണ് എഴുതുക. ഈൻ. ക്ലിയർ ആണല്ലോ. അപ്പോ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം എല്ലാത്തിലും ഉണ്ടാവും, സിംഗിൾ ബോണ്ട് എല്ലാത്തിലും ഉണ്ടാവും. സിംഗിൾ ബോണ്ട് മാത്രമാണ് വരുന്നെങ്കിൽ, ഏകബന്ധനം മാത്രമാണ് വരുന്നെങ്കിൽ എന്താ, എയിൻ അല്ലെങ്കിൽ എയിൻ എന്ന് പറയും. ഈ സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ ഏകബന്ധനങ്ങൾക്കിടയിൽ ഒരു ഇതാ ഇവിടെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും ഒരു ഡബിൾ ബോണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ ഈൻ എന്നാണ് അവസാനിപ്പിക്കുക. എന്താണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി കാർബണുകൾക്കിടയിൽ ഇങ്ങനെ കാർബൺ ഇങ്ങനെ ഏകബന്ധനം ഇങ്ങനെ പോവാണ്, അതിന്റെ ഇടയ്ക്ക് ഒരു ത്രിബന്ധനം വന്ന്, ഇതാ ട്രിപ്പിൾ ബോണ്ട് വന്ന്. ഞാൻ ആദ്യം പറഞ്ഞു എല്ലാത്തിലും ഏകബന്ധനം ഉണ്ടാവും, ഏകബന്ധനം ഇല്ലാണ്ട് കാർബണിനെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റൂല, കണക്ട് ചെയ്യാൻ പറ്റൂല. ഏകബന്ധനം എല്ലാത്തിലും ഉണ്ടാവും. ഈ ഏകബന്ധനത്തിനിടയ്ക്ക് കൊച്ചു കള്ളനെ പോലെ ആരെങ്കിലും ഒളിഞ്ഞു നിൽക്കണ്ടോ നോക്കുക, ഇത് ഫുൾ ഏകബന്ധനാണ്, അതുകൊണ്ട് നമുക്ക് ഏൻ എന്ന് പറയാം. ഈ ഏകബന്ധനങ്ങൾക്കിടയിലേ ഒരു ഡബിൾ ബോണ്ട്, ഒരു ദിബന്ധനം വന്നാൽ ഈൻ അല്ലെ. ഏകബന്ധനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നവരാണെന്ത്, ഐൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഐൻ കേട്ടോ, ഐൻ. ഇത് മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഏകബന്ധനം സിംഗിൾ ബോണ്ട് മാത്രമാണ് വരുന്നതെങ്കിൽ ഏൻ, സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദിബന്ധനം വരികയാണെങ്കിൽ ഈൻ. ഇനി സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ ഏകബന്ധനങ്ങൾക്കിടയിൽ ഒരു ട്രിപ്പിൾ വന്നാൽ അല്ലെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യത്തിന്റെ മുകളിലേക്ക് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ ഐൻ എന്നാണ് പറയാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ, ഈ മൂന്ന് കാര്യങ്ങളായി കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ മനോഹരമായിരിക്കുന്ന ആ കവാടത്തിലേക്ക് എൻ്റെ മക്കള്, റിജുസാറിന്റെ മക്കള്, എഡ്യൂപോർട്ടിന്റെ മക്കൾ എന്ത് ചെയ്തു, പ്രവേശിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് പേരിടുന്നത് നോക്കണേ. ഇതാ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, CH3 CH2 CH2 CH3 ഇങ്ങനെ അങ്ങോട്ട് എഴുതി അല്ലെ. ഇത് കണ്ടാൽ തന്നെ പേടിയാവും, പക്ഷെ എൻ്റെ മക്കൾ പേടിക്കില്ല. മക്കളെ, ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്കില് നിങ്ങൾ ഇതിന്റെ പേര് അങ്ങോട്ട് പഠിക്കുക. എങ്ങനെയാ പഠിക്കണമെന്ന് അറിയോ, ആരും കാണാണ്ടേ കാർബൺ മാത്രം എണ്ണുക. ആ കാർബൺ മാത്രം എണ്ണിക്കോളി. 1 2 3 4 അല്ലെ. 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്നാ വിളിക്കുക അല്ലെ. അതും എല്ലാവരും നമ്മൾ ഈ അടിയിൽ ഒന്ന് എഴുതിക്കാം. ദാ ബ്യൂട്ട് അല്ലെ, മലയാളത്തിൽ ഇത് ബ്യൂട്ട് എന്നങ്ങോട്ട് എഴുതിക്കാം. ആദ്യം എന്താ പറഞ്ഞത്, ആദ്യം നമ്മൾ കാർബൺ എണ്ണുന്നു. ആരോടും പറയണ്ട കേട്ടോ. ഇങ്ങനെ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ പേരെങ്ങനെയാ, ആദ്യം 4 കാർബൺ അങ്ങോട്ട് എണ്ണുക അല്ലെ. 4 കാർബൺ എണ്ണുമ്പോൾ സാറ് പറഞ്ഞെങ്കിൽ ബ്യൂട്ട് എന്ന് പറയാം അല്ലെ. കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ നോക്കി, എല്ലാ കാർബണുകൾക്കിടയിലും ദാ ഇവിടെ നോക്കി, എല്ലാത്തിലും ഏകബന്ധനല്ലേ, സിംഗിൾ ബോണ്ട് അല്ലേ കാണുന്നത്. എല്ലാത്തിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് അല്ലേ, എല്ലാത്തിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ, എയിൻ എന്നാ വിളിക്കാം. യെസ് മക്കളെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ 4 കാർബൺ അവിടെ വന്നേ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്യൂട്ട് അങ്ങോട്ട് ഇട്ടു. ബ്യൂട്ട് കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ നോക്കി എല്ലാ കാർബണുകൾക്കിടയിലും നമുക്ക് എന്താ കാണുന്നത്, ഏകബന്ധനല്ലേ കാണുന്നത്. എല്ലാത്തിലും സിംഗിൾ ബോണ്ട് അല്ലേ കാണുന്നത്. എല്ലാത്തിലും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എയിൻ എന്നല്ലേ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ബ്യൂട്ടിന്റെ കൂടെ നമ്മളൊരു എയിൻ എന്നും കൂടെ എഴുതാം അല്ലെ. ഇതൊന്ന് കൂട്ടി വായിച്ചു നോക്കി, ബ്യൂട്ട് പ്ലസ് എയിൻ, ബ്യൂട്ടേൻ. എന്താ വിളിക്കാം, ബ്യൂട്ടേൻ. നമുക്ക് പേര് കിട്ടിയിരിക്കുന്നു മക്കളെ. ഇതിന്റെ പേരാണ് എന്ത്, ബ്യൂട്ടേൻ. ആണോ, വേറെ ആരെയും സഹായം അല്ലാതെ എന്റെ മക്കൾക്ക് ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രി പേരിടാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. എന്താ അപ്പൊ പഠിച്ചത്, ആദ്യം തന്നെ നമ്മൾ കാർബൺ എണ്ണം അങ്ങോട്ട് നോക്കൂ അല്ലെ. കാർബൺ എത്ര ഉണ്ടോ അതിന്റെ എണ്ണൊക്കെ നമ്മൾ നേരത്തെ പാട്ടും പാടി പഠിച്ചിക്ക്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, എക്സെപ്റ്റ്, ഓനോടെ, ഓ, അണ്ട
അല്ലെ? അതുപോലെ അപ്പൊ ഇതങ്ങോട്ട് പഠിച്ചേക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാർബൺ അങ്ങോട്ട് ഇടുന്നു. കാർബൺ 4 ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്ന് വിളിച്ചു, കഴിഞ്ഞില്ല. അതിന്റെ അവസാനത്തേക്കുള്ളത് ചേർക്കണം. അവസാനത്തേക്കുള്ളത് ചേർക്കണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് നോക്കുക. ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടാണ് എല്ലാം കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചേർക്കുക? എ നിന്ന് ചേർക്കുക. ഇനി സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇ നിന്ന് ചേർക്കുക. ഇനി സിംഗിൾ ബോണ്ടുകൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഐന് ചേർക്കുക. മനസ്സിലായല്ലോ? അപ്പോ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഇനി ഓർഗാനിക് കെമിസ്ട്രിയില് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉറക്കാത്ത ഒരാളും എന്ത് ചെയ്യരുത്, നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആശിക്കുകയാണ്. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യുക? ഏറ്റവും നന്നായിട്ട് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, മാത്രമല്ല ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ എജുപോർട്ട് ചാനലിലൂടെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ കാര്യങ്ങളും, കെമിസ്ട്രിയിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പഠിക്കാമെന്ന് ഞാൻ പറയാണ്. അപ്പൊ മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഏറ്റവും നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ 3 കാര്യങ്ങൾ മക്കൾ ചെയ്യുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. രണ്ടാമതായിട്ടാ നിങ്ങൾ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെട്ടെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഇടുക. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോസുകൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന കെമിസ്ട്രിയിലെ മുഴുവൻ ടോപ്പിക്കുകളും രസകരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസുകളും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണും എന്നുള്ള പ്രത്യാശയോടെ എന്ത് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.